ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മാവ് ഇതുപോലെ പൊളിച്ച് പൊങ്ങി മറിയാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ, ഈസ്റ്റ്, ഈനോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ ഈ ഒരു വെളുത്തുള്ളി മാത്രം നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 കപ്പ് അളവിൽ പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ അപ്പം ചൂടുന്നത് ആ ഒരു അളവിന് അനുസരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3 കപ്പ് അളവിൽ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊരു 3-4 മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊന്ന് കുതിർത്തതിന് ശേഷം മാത്രമാണ് നല്ലപോലെ കഴുകിയെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ നമ്മുടെ അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് പച്ചരിക്ക് 1 കപ്പ് അളവിൽ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരി എടുക്കുന്ന ടൈമിൽ ഏത് അരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറും അരിയും പിന്നെ തേങ്ങയും എടുക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു പഞ്ചസാരയും അതുപോലെ നമ്മുടെ തേങ്ങയും ചോറൊക്കെ ഈ ഒരു പച്ചരിയിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതൊരു 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നമുക്ക് 3 കപ്പ് അരിയും ചോറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു വട്ടമായിട്ട് അരച്ചെടുക്കാനായിട്ട് കഴിയൂല. നമ്മൾ ഒറ്റയടിക്ക് അരച്ചെടുക്കാതെ നിർത്തി അരച്ചെടുക്കാനായിട്ട് നോക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരികളില്ലാണ്ട് വേണം ഇതൊന്ന് അരച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഈ ഒരു അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ നേരത്തെ കഴുകിയിട്ട് വെച്ചിട്ടുള്ളതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട്, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് നല്ല പോലെ അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുന്ന ടൈമിൽ ഇതിൽ കുറച്ചാണ് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാവാതെ കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് അരി അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ അരിയും അരച്ചെടുക്കാം. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു മാവൊക്കെ നന്നായിട്ട് തന്നെ പൊളിച്ച് വരാനായിട്ട് തുടങ്ങും. നമ്മൾ തവിയൊക്കെ വെച്ച് മിക്സാക്കുന്നതിൽ നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു തവി കൊണ്ടും ഇതുപോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനു മുമ്പ് ഞാനൊരു അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട്, ഞാനിതിപ്പോൾ ഒരു നൈറ്റിലാണ് ഇതൊന്ന് അരി അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ ഒരു രാവിലെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അപ്പം തന്നെ നല്ല പോലെ തന്നെ നമുക്ക് ഇത് മാവൊക്കെ പതഞ്ഞ് പൊങ്ങി മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു മാവ് എങ്ങനെയാണ് ആയിട്ടുള്ളതെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവൊക്കെ പതഞ്ഞ് പൊങ്ങി പകുതിയോളം മാവ് ഇതാ പുറത്തേക്ക് തന്നെ മറിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി മറിഞ്ഞിട്ട് ഉണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നന്നായി പതഞ്ഞ് പൊങ്ങി വരില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസ്റ്റൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഞാനിതാ ഇതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ മാവ് കണ്ടില്ലേ, നല്ല സോപ്പ് പത പൊങ്ങി വന്ന പോലെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വെക്കുന്തോറും നന്നായിട്ട് പൊങ്ങി വരികയാണ് കേട്ടോ ചെയ്യുക. കുറേ ടൈം നമ്മൾ വെക്കുന്തോറും ഇത് നല്ലോണം മാവ് ഇരട്ടിയായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ നേരത്തെ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളി ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. അത് നമുക്ക് വീണ്ടും കറിയൊക്കെ വെക്കുമ്പം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഒരു വെളുത്തുള്ളി വീണ്ടും റീയൂസ് ചെയ്യാവുന്നതാണ്, കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി കണ്ടില്ലേ നന്നായിട്ട് ഇതിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാനായിട്ട് കഴിയും കേട്ടോ. നമ്മൾ സാധാരണ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കുന്ന അതേ രീതിയിലുള്ള അപ്പമായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പത്തിലൊന്നും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഒന്നും വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വെളുത്തുള്ളി മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനായിട്ട് അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടാകുന്ന ടൈമിൽ നമുക്ക് കുറച്ച് എണ്ണ വേണമെങ്കിൽ ഇതിലേക്ക് തൂവി കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒട്ടും എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പം തന്നെ കാണുന്നില്ല നല്ലപോലെ ബബിൾസൊക്കെ വന്നിട്ട് സൈഡൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അരിക്ക് മുരിഞ്ഞ പാലപ്പം എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെയായിട്ടാണ് നമുക്ക് ഈ ഒരു പാലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് പാലപ്പം തന്നെയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന ഈ ഒരു ടൈമിലേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് സമയം നമുക്ക് ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നീട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് കേട്ടോ. അപ്പം കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെയാണ്. അപ്പം ബാക്കിയുള്ള പാലപ്പം ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ചുട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഇതുപോലെ തൂവി കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് എണ്ണ വീണ്ടും ചൂടുമ്പോൾ സമയത്ത് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വീണ്ടും ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ അപ്പം ചുടുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഇതുവരെ അപ്പം ചുട്ടിട്ടൊന്നും ശരിയാകാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ ഇതും നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവൻ അപ്പം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ മുഴുവൻ അപ്പവും ഞാൻ ഇതേ രീതിയിൽ തന്നെ ചുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്കൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം തന്നെയാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മുഴുവൻ അപ്പം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതുകൂടി കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി നമുക്ക് വീട്ടിൽ നമ്മുടെ ശരീരത്തിന് കേട് കൂടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.